മോനെ ആദിക്കുട്ടാ ആദിക്കുട്ടാ ആദി മോനെ ആദിക്കുട്ടാ സമാധാനപ്പെടും. ആദിക്കുട്ടാ എന്താ പറ്റിയ? എനിക്കൊന്നുമില്ല മുത്തശ്ശി. ബൈക്ക് ചെറുതായിട്ടൊന്ന് പോസ്റ്റ് തട്ടി, അത്രേ ഉള്ളൂ. അതെ അമ്മേ, ഇവിടെ കിടന്നിങ്ങനെ ചുമ്മാ ബഹളം ഉണ്ടാക്കരുത്. ഇതൊരു ആശുപത്രിയല്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ പേഷ്യൻസ് ഉള്ളതാ. അവർക്ക് ഡിസ്റ്റർബൻസ് ആവരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു ചെറിയ മുറിവ്, തലയുടെ പിൻഭാഗത്ത് 2 സ്റ്റിച്ചുണ്ട്, പിന്നെ ഷോൾഡറിൽ ചെറിയൊരു സ്പ്രെയിൻ ഉണ്ട്. ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അത് പറ്റില്ല ഡോക്ടറെ, ഞാൻ സമ്മതിക്കില്ല. ദത്തേട്ടാ, ഇന്ന് എന്തായാലും ഡിസ്ചാർജ് വേണ്ട. എല്ലാ ടെസ്റ്റുകളും വിശദമായിട്ട് നടത്തണം. അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അതിന്റെ സിംറ്റംസ് ഒക്കെ പുറത്തു വരാനുള്ള സമയമായി. അതെ, ഇപ്പൊ തന്നെ ഡിസ്ചാർജ് വാങ്ങിപ്പോ. നാളെ പിന്നെ ഡൽഹിക്ക് പോകാനുള്ളതാ. ഡോക്ടറെ, യാത്ര ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? മുറിവില് ഡസ്റ്റ് ഒന്നും കയറാതെ നോക്കിയാൽ മതി. അല്ല, ഫ്ലൈറ്റിലാ പോകുന്നേ. അപ്പൊ പിന്നെ ഒട്ടും മേടിക്കേണ്ട കാര്യമില്ല. 2-2.5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നാൽ ഈ സമയത്തൊരു യാത്ര വേണ്ട. ഈ അവസ്ഥയിൽ ഇവനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ. ദയവ് ചെയ്ത് ഡോക്ടർ ഇവന്റെ എല്ലാ ടെസ്റ്റുകളും നടത്തണം. ഒന്ന് ആടി ഒലഞ്ഞ് വീണതല്ലേ, എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സിസ്റ്ററെ, ഈ ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ പറയും. ഒരു തരത്തിലും മുത്തശ്ശി സമ്മതിക്കില്ലല്ലേ? എന്റെ പൊന്നു മോനെ അതുകൊണ്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? മുത്തശ്ശി മോനെ, ഹലോ സർ. എന്താടോ, എന്റെ കുട്ടിയെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ? ഇല്ല സർ, ഞാനിപ്പോ ഒരു അർജന്റ് കേസുമായി ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? താൻ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് താൻ എനിക്ക് തരണം. ഒരച്ഛന്റെ അപേക്ഷയാ, കൈയൊഴിയരുത്. എനിക്ക് സാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ കഴിയുന്നൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് തന്നെ വിശ്വാസമോടോ. ശുഭവാർത്തയുമായി തന്റെ ഒരു ഫോൺ കോൾ വരുന്നത് കാത്ത് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ കാശിയിലുണ്ടാവും.